കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനം പറവൂർ PWD റെസ്റ്റ് ഹൗസിൽ നടന്നു. പ്രസിഡന്റ് പറവൂർ ജ്യോതിഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജസ്റ്റിസ് PS ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി നന്ദാത്മജാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ G ഉദയകുമാർ തൃക്കുന്നപ്പുഴ പറവൂർ ശ്രീധരൻ തന്ത്രി അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രേയസ് നമ്പൂതിരി, വൈക്കം സുബ്രഹ്മണ്യപിള്ള, പറവൂർ രാകേഷ് തന്ത്രി, PG ശ്രീകുമാർ, ജയകൃഷ്ണൻ S വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ജ്യോതിഷത്തിന്റെ ആനുകാലിക പ്രസക്തി, ക്ഷേത്ര ജീർണോദ്ധാരണവും നവീകരണ കലശവും എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടത്തി. ജ്യോതിശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. എൻ്റെ പേര് ഈശാനന്ദ നമ്പൂതിരിപ്പാട്. ഞാൻ അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇന്നിവിടെ ഈ അഖില കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ സമ്മേളനം കൂടാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ കേരളത്തിൽ തന്നെ ഉന്നതനായ ജ്യോതിഷിയും തന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാചാര്യ ശ്രേഷ്ഠനായിരുന്ന പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ ഒരു അനുസ്മരണം കൂടി ഇന്ന് നടക്കണം. അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ദിവസമാണ് ഇന്ന്. ഇതിൽ സജീവമായി പങ്കെടുത്ത ശ്രീ ചാനലിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അവരിത് അനുദിനം പുരോഗതിക്ക് നയിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് എന്നുള്ള ഈ ചാനല് ഇത്തരം ആധ്യാത്മിക വിഷയങ്ങളോ അതോ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് കവർ ചെയ്യുമ്പോൾ അത് സാധാരണ നമ്മുടെ ഹൈന്ദവ ജനതയ്ക്ക് ഉള്ള നല്ലൊരു സന്ദേശമാണ്. ജ്യോതിശാസ്ത്രം അത് എങ്ങനെ ഒരു ഹൈന്ദവ സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ അവരേക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു ചടങ്ങുകളെക്കുറിച്ചൊക്കെ സംരക്ഷണം ചെയ്യുന്നത് ജ്യോതിഷം ചെയ്യുന്നത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ചടങ്ങുകളെല്ലാം കവർ ചെയ്യാനും അങ്ങനെ നല്ലൊരു സംസ്കാരം എല്ലാവരും പ്രചരിപ്പിക്കാനും ഒക്കെ ജ്യോതിഷ വിഷയം എടുക്കുന്ന ഈ എഫർട്ട് അതിനെ ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതിൻ്റെ എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് വേഴപ്പുറത്ത് എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ അഖില കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ കൂടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ആചാര്യനും താന്ത്രികനും ജ്യോതിഷിയുമായിരുന്ന പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ അനുസ്മരണം കൂടി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ്. ഇതിൽ സംബന്ധിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരി എന്ന് പറയുന്നത് ആയിരുന്നു ശ്രീധരൻ തന്ത്രിയാണ്. വളരെ സൗഹൃദവും ശാസ്ത്രത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം അതിന് ദൃക്സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ളത് കൊണ്ടും മറ്റും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കാനും വളരെ രസകരമായും വളരെയധികം വിലപിടിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയമായിട്ട് സെൽഫ് ക്രിയേറ്റഡ് മാനാണ്. ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വലുതായ ഒരു മേരു പർവ്വതം തന്നെയാണ് ഈ രംഗത്തത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊടുക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അത് ഏതൊരു വ്യക്തിക്കും അത് ഗുണം ചെയ്യുന്നതാണ്, നല്ലതുമാണ്. ആ രംഗത്ത് എനിക്ക് തോന്നുന്നു ഈ ഗ്രോസറി ചാനലും അതിൻ്റേതായ പങ്ക് വഹിക്കുന്നു എന്ന് വളരെയധികം സന്തോഷമുണ്ട്. ആ നടപടികളിലൂടെ ഈ പ്രവർത്തികളിലൂടെ ഗ്രോസറി ചാനലിനും ഉന്നതി ഉണ്ടാകട്ടെ എല്ലാ ആശംസകളും. എൻ്റെ പേര് ലാൽജി ജ്യോത്സനാണ്. പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ശ്രീധരൻ തന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലും തന്ത്രവിദ്യയിലും തർക്കശാസ്ത്രത്തിലും പ്രഗത്ഭനായ കണ്ടച്ചനാശാൻ്റെയും ശ്രീ
ശിഷ്യനായിട്ടും ധർമ്മതന്ത്രിയുടെ ആയിട്ടുള്ള സന്തത സഹചാരിയുമായിട്ടുള്ള തന്ത്രിയെക്കുറിച്ചും വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും തന്ത്രിയുടേതായിട്ടുള്ള ജീവിത രീതി ഇപ്പോഴത്തെ പഠിച്ചു വരുന്ന ജ്യോതിശാസ്ത്രം പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും തന്ത്രശാസ്ത്രം പഠിക്കുന്ന ശാന്തിമാർക്കും ജീവിതചര്യകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ തന്നെ മാതൃകയാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും നിഷ്കർഷയോട് കൂടിയിട്ട് എല്ലാ ആചാരങ്ങളും കൈകാര്യം ചെയ്ത് അത് എല്ലാവരിലും എത്തിക്കുന്നതിനും തന്ത്രശാസ്ത്രവും ജ്യോതിശാസ്ത്രവും എല്ലാവരിലും എത്തിക്കുന്നതിനും വിദഗ്ധമായിട്ടുള്ള അറിവും അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇദ്ദേഹം ഈശാനൻ നമ്പൂതിരി വേഴപ്പറമ്പ് മന പരമേശ്വരൻ തിരുമേനിയുടെ മകനാണ്. അദ്ദേഹവുമായിട്ടും ഓരോ കാര്യങ്ങളിലും തസ്യശാസ്ത്രമായിട്ടുള്ള കാര്യങ്ങളിലും പരസ്പരം കൈകോർത്ത് ശാസ്ത്രത്തെ എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടത്തിൽ ഞാൻ പങ്കെടുത്തതിൽ വളരെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനവും അതുപോലെ തന്നെ ഏറെ ബഹുമാനത്തോടുകൂടി തന്നെ പേര് പറയട്ടെ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത്. ഒത്തിരി വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ എല്ലാ വ്യക്തിത്വങ്ങളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുക. ഹരി ഓം ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതുഭിസീദസാദനം പ്രണോ ദേവി സരസ്വതി വാജിനീവധി ദീനാമവിത്രയവദോ ഗണേശായ നമഃ സരസ്വതീ നമഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യയ്യ ഇളസ്പദേ സമിധ്യസേ സനോവസൂന്യാഭരാ സംഗച്ഛത്വം സംവദത്വം സംഗോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസചിത്തമേഷാം സമാനം മന്ത്രമവിമന്ത്രേവ സമാനേനവോ ഹവിഷാജുഹോമി സമാനീവ ആവോരി സമാനാഹൃദയാനി വഹ സമാനമസ്തോ മനോയസ്സവാസു സഹാസവി. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ അനുസ്മരണ പരിപാടിയോടുകൂടി ചേർത്ത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിയാണ്. അത്
നമുക്ക് മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്ന സമയപദ്ധതി ലേറ്റായി, എന്നാലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. ദിവ്യാത്മാക്കളായ ഋഷീശ്വരന്മാരാൽ ദർശിക്കപ്പെട്ട ഈ ശാസ്ത്രം സമൂഹ നന്മയ്ക്കും ലോക നന്മയ്ക്കുമായിട്ട് ഈ ശാസ്ത്രം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഗുരുതുല്യന്മാരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെ അഭിപ്രായങ്ങളും അവരുടെ ക്ലാസുകളും ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഈ ജ്യോതിശാസ്ത്ര വാസ്തു പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഈ ശാസ്ത്രം ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ പറ്റിയും ആ ശാസ്ത്രത്തിന്റെ മറ്റ് കാര്യങ്ങളെ പറ്റി ക്ലാസ് എടുക്കാൻ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയും. ഞാൻ കാര്യങ്ങൾ ധരിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ ജസ്റ്റിസ് PS ഗോപിനാഥൻ സാർ, കേരള ഹൈക്കോടതിയിലെ ഫോർമർ ജഡ്ജാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിൽ ഉപവിഷ്ടരായ പുണ്യാത്മാക്കൾ, ജസ്റ്റിസ് മിസ്റ്റർ ജസ്റ്റിസ് PS ഗോപിനാഥ്, ഫോർമർ ജഡ്ജ് കേരള ഹൈക്കോടതി, സംപൂജ്യ സ്വാമി നന്ദാനന്ദ സ്വാമി, ഡോക്ടർ G ഉദയകുമാർ ഉൾപ്പെടെയുള്ള ശ്രീ ഉദയകുമാർ നന്ദകുമാർ ജോസഫ്, ശ്രേയസ് നമ്പൂതിരി, ശ്രീ വൈദ്യൻ സുബ്രഹ്മണ്യപിള്ള, ശ്രീ വേഴപ്പറമ്പ് അഡ്വക്കേറ്റ് ഈശാനന്ദ പുലിപ്പാട്, പ്രഭു രാകേഷ് നമ്പൂതിരി, മറ്റ് പുണ്യാത്മാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായ ധന്യാത്മാക്കളെ എല്ലാവർക്കും പ്രത്യേകം സ്നേഹാദരവോടെ വന്ദനവും സ്വാഗതവും ധന്യവാദവും സമർപ്പിക്കുന്നു. ഭാരതീയ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും ഒരിക്കൽ അപ്രത്യക്ഷമാണ്, അത് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ പ്രത്യക്ഷമായിരിക്കുന്ന ജ്യോതിശാസ്ത്രം നശിച്ചു പോകണമെങ്കിൽ സൂര്യചന്ദ്രന്മാർ നശിക്കണം. അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദസ്തേഷു കേവലം. പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ചന്ദ്രാർക്കവും സാക്ഷിണോ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ 18 മഹർഷിമാരായിരുന്നു. അതിൽ ദേവതമാരുണ്ടായിരുന്നു. നാരദ മഹർഷി നമുക്ക് പറയുകയാണ്, ജഗത് ഹിതായ ഇതം ജ്യോതിശാസ്ത്രം അകൽമഷം ബ്രഹ്മണാം നിർമ്മിതം പുര. പ്രജകളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ബ്രഹ്മാവ് ജ്യോതിശാസ്ത്രത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാവായിരുന്നു. ആ 18 പേരുകൾ പറയുന്നത് സൂര്യഭഗവാനെയും ഒന്ന് ചേർത്തു. സൂര്യ പിതാമഹോ വ്യാസ, വസിഷ്ഠോ അത്രി പരാശര, ശൗനകോ ശവനഹ യവനഹ. 18 പേര്, അഷ്ടാദശ ഏറെ ജ്യോതിശാസ്ത്ര പ്രവർത്തക എന്നാണ് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ മഹത്വം ഏറിയിരിക്കുന്നത്. ഈ ശാസ്ത്രം എന്നത് വേദത്തിൻ്റെ ഒരു അംഗമാണ്. വേദത്തെ ഒരു പുരുഷനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ പുരുഷൻ്റെ 6 അവയവങ്ങൾ: ശിക്ഷ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്. ഈ 6 അവയവങ്ങളിൽ മുഖം വ്യാകരണ ശാസ്ത്രമാണ്, കൽപ്പം കൈകളാണ്, ഛന്ദസ് കാലുകളാണ്, ജ്യോതിഷം കണ്ണാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഖമാകുന്നു. ആദ്യം നമ്മൾ മുഖമാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പദം വന്നിരിക്കുന്നത്. ഈ മുഖത്തിൽ 3-4 അവയവങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, ചെവി. ഈ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനം കണ്ണിനാണ്. സർവ ഇന്ദ്രിയാണ് നയനം പ്രധാനം. ഏറ്റവും പ്രധാനം കണ്ണിനാണ്. ചക്ഷുർവീന ഗഹ പുരുഷത്വമേനി, കണ്ണില്ലെങ്കിൽ പുരുഷനാകുന്നില്ല. ഇത്രയും മഹത്വമാണ് ജ്യോതിശാസ്ത്രത്തിന്. ജ്യോതിഷം വദത്യത്ര കാലം വൈദിക കർമ്മണ, വൈദിക കർമ്മങ്ങളുടെ കാലത്തെ വിധാനം ചെയ്യുന്ന ശാസ്ത്രമാണ്. അഗ്നിഷ്ടോമം മുതലായ യാഗങ്ങൾ, ബ്രാഹ്മണർ വിധിച്ചിരിക്കുന്ന ഷോഡശ സംസ്കാരങ്ങൾ, ഇതെല്ലാം മുഹൂർത്തമനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഈ ജ്യോതിശാസ്ത്രം എങ്ങനെയാണ് മനുഷ്യർക്ക് നന്മ കിട്ടുന്നത്? പ്രധാന ലക്ഷ്യം മുഹൂർത്തം തന്നെയാണ്. ആ മുഹൂർത്തം എന്ന പദത്തിന് മുഹുഹു ത്രായതേ കർത്താരം ശ്രൗതകർമ്മ, ശ്രുതിയിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്ന കർത്താക്കളെ രക്ഷിക്കുക, വീണ്ടും വീണ്ടും രക്ഷിക്കുക. ആ മുഹൂർത്ത സമയം എന്ന ആ കാലം കർത്താവിനെ രക്ഷിക്കുന്നു. ഇതാണ് മുഹൂർത്തം. ഇതാണ് പ്രധാനമായും ഈ മഹർഷിമാരെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അതൊരു ശാസ്ത്രമാണ്. ആ ഗീതോപദേശ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ അർജുന, നീ എന്ത് കാര്യം ചെയ്യണം, നീ എന്ത് കാര്യം ചെയ്യരുത് എന്ന് നിനക്ക് സംശയം വരുന്ന ഘട്ടത്തിൽ നീ എന്താണ് ചെയ്യേണ്ടത്? തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ, നിന്റെ പ്രമാണം ശാസ്ത്രമായിരിക്കട്ടെ. പ്രമാണമല്ല, പ്രമാകരണം പ്രമാണം. യഥാർത്ഥ ജ്ഞാനം കിട്ടുന്നതാണ് പ്രമാണം. അത് ശാസ്ത്രമായിരിക്കട്ടെ. വീട് വെക്കുവാനൊരു ശാസ്ത്രമുണ്ട്, വിവാഹം നടത്തുവാൻ ശാസ്ത്രമുണ്ട്, കൃഷി വിത്ത് വിതയ്ക്കുവാൻ ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രം അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഇതാണ് ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജ്യോതിശാസ്ത്രവും കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. മുഹൂർത്ത പദ്ധതിയുടെ വൈദിക വ്യാഖ്യാനത്തിൽ പറയുകയാണ്, ബീജാവാപേഷു സർവേഷു അമ്പുവൃത്തി സുശോഭന. ഏത് വിത്ത് വിതയ്ക്കണമെങ്കിലും വെളിയേറ്റ സമയത്ത് നിങ്ങൾ വിതയ്ക്കുക. അത് തിരുവാതിര ഞാറ്റുവേല കൊണ്ട് വിതയ്ക്കുക. തിരുവാതിര നക്ഷത്രവും സൂര്യനും കൂടി കൂട്ടിമുട്ടുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. ഈ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് പഴഞ്ചൊല്ലുകൾ വരെയുണ്ട്. തിരുവാതിരയിൽ തിരു മുറിഞ്ഞൊഴുകണം. തിരുവാതിര ഞാറ്റുനില എന്നത് കേരളത്തിൽ മാത്രം മഴ പെയ്യുന്നുള്ളൂ. ഇതൊക്കെ പ്രസിദ്ധമായ പഴഞ്ചൊല്ലുകൾ വരെയുണ്ട്. ജസ്റ്റിസ് ശ്രീ PS ഗോപിനാഥ് അവർ, സംപൂജ്യ സ്വാമി നന്ദാത്മജാനന്ദജി, ഈ പരിപാടി സമ്മേളനത്തിൻ്റെ ആദരണീയ അധ്യക്ഷൻ ശ്രീ പറവൂർ ജ്യോതിസ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുദീർഘമായിട്ടുള്ള ഒരു ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല. 3 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ഇതിൻ്റെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. രണ്ടാമത്, ഈ എൻ്റെ പരിപാടി ഞാൻ സംസാരിച്ചതിന് ശേഷം ഈ പരിപാടിയിൽ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ ശ്രേയസ് ജി വിശദമായിട്ട് തന്നെ ഈ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അതുകൊണ്ടുകൂടി സുദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ ഈ യോഗത്തിൽ തന്നെ യോഗത്തിന് ശേഷം, ഈ ഉദ്ഘാടന യോഗത്തിന് ശേഷം ചരിത്രം സൃഷ്ടിക്കുന്ന 2 ക്ലാസുകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. ജ്യോതിഷത്തെക്കുറിച്ചും തന്ത്രശാസ്ത്രത്തെക്കുറിച്ചുമുള്ള വിശേഷപ്പെട്ട ക്ലാസുകൾ നടക്കേണ്ടതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഓരോ മിനിറ്റ് സമയവും ജിജ്ഞാസുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാലാഹികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ നഷ്ടമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ സുദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്മേളനം ഒരു ചരിത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൻ്റെ ഒരു നാഴികയിൽ കയറാൻ പോകുന്ന ഒരു സമ്മേളനമാണിത്. കാരണം ആദരണീയനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ ജന്മദിനത്തിൻ്റെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും പറയുമ്പോഴുള്ള ഒരു കാര്യം, അത് ചില പുരാതനമാണ്, അതുപോലെ തന്നെ നിത്യ നൂതനവുമാണ്. കാലത്തിന് അനുസൃതമായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ശാസ്ത്രം എന്നുള്ള നിലയുള്ളത് കൊണ്ടാണ്
ആയിരക്കാണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നും ജ്യോതിഷവും തന്ത്രവിദ്യയും വാസ്തുശാസ്ത്രവും ഒക്കെ തന്നെ അതേ രീതിയിൽ തന്നെ ഈ ആളുകൾ അതിൻ്റെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാലത്തിന് പറ്റാത്ത എല്ലാത്തിനും കാലം ചവിട്ടിത്തടുക്കും, ഒരു സംശയം. പല പല കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ പല ശാസ്ത്രങ്ങളും ലോകത്തില്ലാണ്ടായി. ധനുർവേദം ഉണ്ടായിരുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ യുദ്ധം ചെയ്യുന്ന കാലത്തൊക്കെ അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല. തത്വങ്ങളൊക്കെ ചില ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അതുപോലെ പക്ഷേ ജ്യോതിഷവും വാസ്തുവിദ്യയും തന്ത്രശാസ്ത്രവും ഒക്കെ തന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രസക്തിയോടുകൂടി കാലാനുസൃതമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഈ യോഗത്തിൽ അത്തരത്തിലുള്ള രണ്ട് വിഷയങ്ങളെ കുറിച്ച് അതിൽ ഏറ്റവും അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൻ്റെ കാലിക പ്രസക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഈശ്വരൻ സാർ, അതുപോലെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സും ഒക്കെ തന്നെ തന്ത്രശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസ്സും ഒക്കെ തന്നെ വളരെയധികം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങൾക്കുള്ള സ്പേസ് എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സമ്മേളനം ഒരു ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ സമ്മേളനത്തിന് എല്ലാവരുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ശ്രീ പറവൂർ ജ്യോതിസ് ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ ജയകൃഷ്ണസ്വാര്യർ, അനുഗ്രഹ പ്രഭാഷണത്തിനായി ചേർത്തുള്ള സംപൂജ്യ സ്വാമി നന്ദാത്മജാനന്ദ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് ഞാൻ തന്നെ വേണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ജഡ്ജിമാർ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചാണ് ഞാൻ ജഡ്ജി അല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഞാൻ എന്നെ വിളിച്ച എന്നോട് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ ജഡ്ജി അല്ലല്ലോ, അതുകൊണ്ട് സാറിന് ജഡ്ജി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നിങ്ങളെല്ലാവരെയും കാണുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ഈ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു പാമരനാണോ എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. എൻ്റെ ബാല്യകാലത്തിലും ചെറുപ്പത്തിലുമെല്ലാം കുറച്ച് ജ്യോതിഷം പഠിക്കണമെന്ന് എന്നോട് അച്ഛൻ പറയാറുണ്ടായിരുന്നു. അച്ഛന് കുറച്ച് ജ്യോതിഷമൊക്കെ അറിയാമായിരുന്നു. പക്ഷെ പഠിച്ചു നടക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും പിന്നീട് അഭിഭാഷകനായപ്പോൾ അഭിഭാഷകത്തിൽ ശ്രദ്ധിക്കുകയും ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് പഠിക്കാതെ പോയൊരു വിഷയമാണ് ജ്യോതിഷം. ഇപ്പോൾ ചിലത് പറയുന്നത് കേട്ടിട്ട് അതൊന്നും പഠിക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടാത്ത ഒരാളാണ്. ഞാൻ നിയമവകുപ്പ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് എന്നെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിച്ച് പ്രസിഡന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. എൻ്റെ കൂട്ടത്തിൽ വേറെ 3 പേര് കൂടി പ്രസിഡന്റ് നിയമിച്ചിരുന്നു. ഹൈക്കോടതിയിലെ രജിസ്ട്രാർ എന്നോട് ചോദിച്ചു, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് എന്തെങ്കിലും നല്ല സമയം നോക്കണമോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് അത് നല്ല മുഹൂർത്തമെന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ സൗകര്യം നോക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 3 വർഷം മുമ്പ് ഓംബുഡ്സ്മാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് ചോദിച്ചു, സമയം വല്ലതും ദിവസമോ സമയമോ വല്ലതും സാറിന് നോക്കണമുണ്ടോ എന്ന് ചോദിച്ചു.
വെച്ചാൽ അത് നോക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിശ്ചയിച്ച സമയത്താണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഭാഗ്യവശാൽ സൂര്യനും ചന്ദ്രനും എല്ലാം ഇപ്പം അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ നല്ല സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ സൂര്യേന്ദ്രന്മാരെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ജ്യോതിഷന്മാരെ പറ്റി, പണ്ഡിതന്മാരെ പറ്റി, പ്രത്യേകിച്ച് ജ്യോതിഷമായിട്ടുള്ള ആളുകളെ പറ്റി എനിക്കൊരു വലിയൊരു കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ അവർ പൊതുവെ വ്യതിയാനിതരാണ്. പാണ്ഡിത്യം ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അഹങ്കരിക്കാത്ത അല്ലെങ്കിൽ പ്രമാണിയാണെന്ന് കാണിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് ജ്യോതിഷികൾ എന്നാണ് എൻ്റെ അനുഭവം. അതിനൊരിക്കൽ അസംബന്ധിച്ച അച്ഛനൊരു കഥ പറയുകയുണ്ടായി. ഒരു രാജകുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. അതേസമയം തന്നെ ജ്യോത്സ്യർക്കും ഒരു കുട്ടി ജനിച്ചു. ഇപ്പം രാജാവ് പറഞ്ഞു ജാതകം എഴുതണമെന്ന് പറഞ്ഞ് ജാതകമൊക്കെ എഴുതി വായിച്ചു. ഇപ്പം നല്ല ജാതകമാണ്, സിംഹ കേസരി യോഗമുള്ള സമയമാണ്, രാജയോഗമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം രാജാവിന് കേട്ടപ്പോൾ തോന്നിയ ഒരു സ്തുതിയാണെന്ന് തോന്നി. അപ്പോൾ രാജാവ് ജ്യോത്സ്യരോട് ചോദിച്ചു, ഇപ്പം ജ്യോത്സ്യർക്കൊരു മകൻ ഉണ്ടായല്ലോ ഈ സമയത്ത് തന്നെ, അപ്പം അതും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജ്യോത്സ്യർക്ക് അതിനകത്ത് ഒരു സംശയം തോന്നി. ജ്യോത്സ്യർ വളരെ വിനിയോഗം പറഞ്ഞ്, അതേ തമ്പുരാന്, ദൈവം ഇങ്ങനെ കൈകൊണ്ട് വാരി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങയുടെ പുത്രൻ ജനിച്ചു. അതിങ്ങനെ കൊടുത്തിട്ട് കൈതാഴ്ത്തോണ്ടിട്ടപ്പോൾ എൻ്റെ പുത്രൻ ജനിച്ചു. അതിനകത്ത് അതിനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു വിനയത്തിൻ്റെ ഭാഷ അതിനകത്തുണ്ട്. ഒരുപക്ഷെ ഭയത്തിൻ്റെ ഭാഷയുണ്ടാകും. രാജയോഗം തൻ്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ജ്യോത്സ്യർക്കൊരു പേടിയുണ്ടാകാം. പക്ഷേ വിനയവും അതിനകത്തുള്ളൂ. ഇതാണ് ഈ ജ്യോതിഷത്തിൻ്റെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ഞാൻ 1991 92 കോഴിക്കോട് ജില്ലാ ജഡ്ജിയായിരിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിങ്ങനെ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ജ്യോത്സ്യനെ പറ്റി പറഞ്ഞു. അദ്ദേഹം വളരെ പണ്ഡിതനാണ്, കൃത്യമായി പറയുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സാറൊന്ന് ഒരു ദിവസം വെറുതെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും എന്നോട് നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തതുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ എൻ്റെ ജാതകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞ ജാതകം ഉണ്ടായിരുന്നു, ജാതകക്കുറിപ്പുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് പറഞ്ഞ്, ഇതിനകത്ത് ഈ ജാതകത്തിൽ ജനന സമയത്തിൽ ഒരു 2 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ അതിനകത്ത് ഒരു കുറിപ്പ് കൂടി എഴുതിയിരുന്നു. ഏതായാലും അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഞാനന്ന് എൻ്റെ വീട്ടിലെ തറവാട് എൻ്റെ സഹോദരന്മാർക്ക് കൊടുത്തിട്ട് ഞാൻ ജോലിയാർക്കും പുറത്തായതുകൊണ്ട് വാടക വീട്ടിലും ക്വാർട്ടേഴ്സിലും ഒക്കെ ഇട്ട് താമസിച്ചിരുന്നു. അപ്പോൾ ഞാൻ ജ്യോത്സ്യരോട് ചോദിച്ചു, ജ്യോത്സ്യരെ ഒരു വീട് പണിയുവാൻ എനിക്ക് സാധിക്കുമോ എന്ന്. കാരണം വീട് പണിയാന്ന് ചെറിയ കാര്യമല്ല. അപ്പോൾ ജ്യോത്സ്യർ എന്നോട് പറഞ്ഞു, സാറ് പേടിക്കണ്ട, സാറ് പുതിയ വീടല്ല പണിയുന്നത്, ഒരു പഴയ വീട് വാങ്ങിയിട്ട് അത് നന്നാക്കി എടുത്തിട്ട് അവിടെ താമസിക്കും എന്ന് പറഞ്ഞു. അതിന് കാര്യം കൂടി പറഞ്ഞു, ഈ പ്രധാന റോഡിൽ നിന്നല്ലാതെ ഉള്ളിലോട്ടൊരു മാറിയ റോഡാണ്, അതൊരു അന്യമതസ്ഥനോടായിരിക്കും വാങ്ങുക എന്നും പറഞ്ഞു. അതങ്ങനെ കടന്നുപോയി. ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു വീട് വാങ്ങി. ഒരു അന്യമതസ്ഥനോട് വീട് വാങ്ങിയത്. ആ വീട്ടിൽ
ആണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. പ്രധാനപ്പെട്ട റോഡിലരികിലല്ല, ഞാൻ ചെറിയ റോഡിലരികിലാണ്. അപ്പോൾ അന്ന് ജ്യോതിഷവും ജ്യോതിഷവിദ്യയും തന്ത്രവിദ്യയും മന്ത്രവിദ്യയും എല്ലാം ജനകീയനാക്കിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കുവാനായി മറ്റാരും ഇന്നില്ലെന്നുള്ളത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ 2 മക്കൾ 2 നിലയിൽ അവർ പ്രവർത്തിച്ച് പോരുന്നുണ്ട്. ശ്രീധരൻ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആശാൻ്റെ ദുരവസ്ഥ വായിച്ചാൽ ജാതിഭേദം ഈ തൊട്ടുകൂടാത്തവർ വീണ്ടിക്കൂടാത്തവർ തമ്മിൽ ഉണ്ണാത്തവരൊട്ടിങ്ങനെ ജാതി കോമരങ്ങളുണ്ടായ ഒരു കാലത്ത് നിറഞ്ഞ അശുദ്ധ വസ്തുവായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. വിദ്യ പലർക്കും പറഞ്ഞു കൊടുക്കുവാൻ മടിക്കുന്ന പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീധരൻ തന്ത്രികൾ ആ വിദ്യയെല്ലാം പഠിച്ചു മാത്രമല്ല, അത് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാഗം. ഇവിടെ ശ്രീനാരായണ താന്ത്രിക ഗവേഷണ വിദ്യാപീഠം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു തിലകപ്പൊടിയായിട്ട് തന്നെ നിൽക്കുകയാണ്. എല്ലാവർക്കും ഈ വിദ്യ പഠിക്കുവാനുള്ള ഒരവസരം ലഭിച്ചതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇതോടുകൂടി നമ്മുടെ ഓം സ്ഥാപകായ ചധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ഉപവിഷ്ടനായിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ അരുൺ ജ്യോതിസ് അവർ, ഉദ്ഘാടനം നിർവഹിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ സാർ അവർ, ശ്രീ ഡോക്ടർ G ഉദയകുമാർ, ഉദയൻ ബേബു, അനിൽകുമാർ തുടങ്ങി ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ, താന്ത്രിക വിദഗ്ധര്, മേൽശാന്തിമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2 ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ ജില്ലാ സമ്മേളനം, അതോടൊപ്പം തന്നെ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ അനുസ്മരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീധരൻ തന്ത്രി ഇവരുടെ വളരെയധികം ബഹുമാനിതനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാനും കൂടി ഈ ചടങ്ങ് ഉപയോഗപ്പെടുത്തണമെന്നാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീധരൻ തന്ത്രി അവരുടെ ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 1-2 വാക്ക് സംസാരിച്ച ശേഷം ആ ചടങ്ങ് നടക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഇത് ഭാരതീയ ജ്ഞാന പാരമ്പര്യം ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സംഗമഗ്രാമമാതരം ഈ ലോകം
അദ്ദേഹത്തെക്കുറിച്ച് ഗണിതശാസ്ത്രജ്ഞനായ ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമമാധവനെ പറ്റി ലോകശാസ്ത്രജ്ഞന്മാർ, പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ വിലക്കെടുത്തത്. എത്ര പേർക്ക് അറിയാമായിരുന്നു മുമ്പ് പൈയുടെ മൂല്യവും? ജ്യോതിശാസ്ത്ര രംഗം പ്രത്യേകിച്ച് കേരളത്തിൽ എത്രമാത്രം വികസിച്ചു എന്നതിൻ്റെ വലിയ തെളിവാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് മുൻഗാമികളായിട്ടുള്ള ഒരുപാട് പേരുടെ സംഭാവനകൾ ഇന്നിപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ശസ്ത്രക്രിയകൾ വൈദ്യ രംഗത്താണെങ്കിൽ, ജ്യോതിശാസ്ത്ര രംഗം മാത്രമല്ല, വൈദ്യരംഗത്താണെങ്കിൽ പോലും ശസ്ത്രക്രിയകൾ വരെ നടന്നിരുന്ന ഒരു പാരമ്പര്യം നമുക്കിവിടെ ഉണ്ട് എന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമില്ല, പാശ്ചാത്യ ദേശത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വേഷം ധരിക്കണമോ വേണ്ടായോ എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് ഇവിടെ യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. നമ്മുടെ തക്ഷശിലയിൽ പോലുള്ള യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. ഇവിടേക്കാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ നിരവധി സംഭാവനകൾ ലോകത്തിന് കിട്ടിയിട്ടുള്ളത് എന്നും ഞാൻ സൂചിപ്പിക്കാൻ ഭസ്മം ചാർത്തി വരത്തി ഭാഗോ കളഭാഗിതമാ ഇടത്തെ ഭാഗം ഭസ്മം ചാർത്തി വരത്തി ഭാഗോ കളഭാഗിതമാ ഇടത്തെ ഭാഗം താണ്ഡവരൂപമോ വലത്തെ ഭാഗോ ലാസ്യവിലാസിതം ഇടത്തെ വലത്തെ ഭാഗോ പുത്രഗണേശൻ ഇടത്തെ ഭാഗം വിധിതലമാല വലത്തെ ഭാഗം പുതുമണി മാലകൾ ഇടത്തെ ഭാഗം ഭുജഗച്ചിലംബ വലത്തെ ഭാഗം കനകച്ചിലംബിടത്തെ ഭാഗം ഭുജഗച്ചിലംബ വലത്തെ ഭാഗം കനകച്ചിലംബിടത്തെ ഭാഗം അത്ഭുത രൂപമോ വലത്തെ ഭാഗോ ഐശ്വര്യരൂപമായി ഇടത്തെ ഭാഗമോ ശങ്കരരൂപി വലത്തെ ഭാഗമോ ശങ്കരിയായി ഇടത്തെ ഭാഗം ശങ്കരരൂപി വലത്തെ
നീലിമശോഭയോ വലത്തെ ഭാഗവും കുങ്കുമശോഭയായി ഇടത്തെ ഭാഗവും ശിവ ശിവ ശിവനേ വനിതാർത്ഥം തവ തിരുമൈ മുഴുവനും തോന്നിണമെപ്പോഴും ശിവ ശിവ ശിവനേ വനിതാർത്ഥം തവ തിരുമൈ മുഴുവനും തോന്നിണം എപ്പോഴും ശങ്കര ശംഭോ അർദ്ധനാരീശ്വര ശംഭോ 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 ഞാൻ ശബരിമലയിലും മാളയൂർപ്പുറത്തും മേൽശാന്തിയാവാൻ ഭാഗ്യം സിദ്ധിച്ച AR രാമൻ നമ്പൂതിരി അത്രശ്ശേരി തൃക്കളത്തൂർ. ഞാനിവിടെ പറവൂർ ശ്രീധരൻ തന്ത്രി അവരുടെ അനുസ്മരണത്തിന് ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിനും ഇവിടെ വരികയുണ്ടായി. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഗോപിനാഥ് ഈ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വളരെയധികം വിശിഷ്ട വ്യക്തികളും ജ്യോതിഷ പണ്ഡിതന്മാരും മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നാൽ താന്ത്രിക ആചാര്യന്മാരും പങ്കെടുത്ത ഈ വേദിയിൽ എനിക്കും വരുവാനും എന്നെ ഇവർ ഈ ഇത്രയും ഇതുമായ ഈ വലിയ ഭക്തിപരമായ വേദിയിൽ എന്നെ ഇവർ ആദരിക്കുകയുണ്ടായി. ഈ പറവൂരിൽ വെച്ച് നടക്കുന്ന ഈ അനുസ്മരണ യോഗവും അതുപോലെ താന്ത്രിക വൈദികരുടെ ജില്ലാ സമ്മേളനവും ഒരു വലിയ അനുഭൂതി തന്നെയായി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സ്വാമിയെ ശരണം.